ഹായ് ഗൈസ്, ജൂലൈ 4, സമയം 6:30. നമ്മളിന്നൊരു ട്രിപ്പല്ലേ, റൈഡ് പോകുമ്പോൾ. മഴയാണ് ഭയങ്കര. സ്ഥലം തീരുമാനിച്ചിട്ടില്ല. ഭയങ്കര മഴ. എന്താണെന്ന് വെച്ചാൽ നല്ല മഴയത്തും നല്ല വെയിലത്തും എന്തെങ്കിലുമൊക്കെ കാണിച്ചില്ല ഒരു സമാധാനം കാണത്തില്ല. അതുകൊണ്ട് പെട്രോൾ അടിച്ച് ഞങ്ങൾ പോവാം. ഇത് കല്ലറ റൂട്ട്, കല്ലറ ഈരാറ്റുപേട്ടം പോണ റൂട്ട്. ഇത് നമ്മൾ പോകുന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്തല, കല്ലറ, ഏറ്റുമാനൂർ, പാല, ഈരാറ്റുപേട്ടം, വാഗമണ്, അവിടുന്ന് എവിടെയെങ്കിലും പോകുന്ന. ഈരാറ്റുപേട്ട എത്തി, ഫുഡ് കഴിക്കാൻ നിർത്തിയതാ. ഒരു ടോഫി കട എന്ന് പറഞ്ഞിട്ട്. അയ്യോ, മഴ തന്നെയായിരുന്നു, ഭയങ്കര മഴ തന്നെയായിരുന്നു. ഇപ്പോഴൊന്നും മഴ നിന്നത്. നോർമൽ റെസ്റ്റോറൻറ്റ്, പൊറോട്ട, ബീഫ്, നല്ല പൊറോട്ട. റൈസ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു. 240 രൂപ ഫുഡായി. ഓക്കെ ഫുഡ് വലിയ അങ്ങനെ വലിയ കൊള്ളലൊന്നും ഇല്ല, കുഴപ്പമില്ല, നോർമൽ 7 റേറ്റിംഗ്. നമ്മൾ വരാട്ടുമേട് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. വാഗമണ് വരാട്ടുമേട്, അവിടുന്ന് എവിടെയെങ്കിലും നോക്കാം. ഇത് കണ്ടാ, നമ്മൾ പോയ ടൈമിൽ നല്ല മഴയായിരുന്നുകൊണ്ട് ഇതേപോലെ റോഡിൽ ഫുള്ള് ഇങ്ങനെ വെള്ളച്ചാട്ടം വന്നുകൊണ്ടിരിക്കുക. മഴ പെയ്തിട്ട് ഇങ്ങനെ മലയിൽ നിന്ന് ഇങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ വെള്ളം ചുമ്മാ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക എല്ലായിടത്തുനിന്നും ഇങ്ങനെ. അങ്ങനെ നമ്മൾ പാലൊഴുകുംപാറ എത്തി. ഈ കാണുന്ന പാലൊഴുകുംപാറ. നമുക്ക് പോകേണ്ട വരാട്ടുമാണ്. ഇത് കൊള്ളാല്ലേ, നല്ല വെള്ളമുണ്ട്, നല്ല വെള്ളം. വരുന്ന വഴിയൊക്കെ ഇതുപോലത്തെ വെള്ളച്ചാട്ടം റോഡിൽ മുഴുവൻ. നമുക്ക് ഇതിന്റെ പൊക്കത്താ കയറണ്ട. ഇതിന്റെ അല്ല, ഇതിന്റെ ഇവിടെയാണ് കയറണ്ട. ഗൈസ്, വരാട്ടുമേട് പോകുന്ന പണ്ടൊക്കെ ഫുൾ ഓഫ് റോഡായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് ഓഫ് റോഡായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും കോൺക്രീറ്റ് ചെയ്ത്, പിന്നെ ഇതേപോലെ ചെറിയ ഇങ്ങനെ പൂൾ റോഡ് പോലത്തെ സ്ഥലങ്ങളേ ഉള്ളൂ. 2 വഴിയുണ്ട് ഇതിൽ വരാനായിട്ട്. ഗൈസ്, നമ്മൾ വരാട്ടുമേട് പോവാനായിട്ട് എത്തി. നമ്മളിങ്ങനെ ഒരു കയറി വന്നിട്ട് ഇതൊരു ഇറക്കമുണ്ട്. ഇറക്കത്തിൽ കൂടെ ഇറങ്ങി വേണം പോകാനായിട്ട്. 2 വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് വരുന്ന പൂഴോടെ കാണുന്നത്. പക്ഷെ നമ്മൾ ആ ആൽമരം കണ്ടില്ല. ഞങ്ങൾ വേറെ റൂട്ട് എവിടെയാണ് വന്നത്. പക്ഷേ കോൺക്രീറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷെ ഭയങ്കര സ്റ്റീപ്പാണ് ഇറക്കമൊക്കെ. ഭയങ്കര കുത്തനെ ഇറക്കമാണ്. അതേപോലെ തന്നെ കയറ്റം. സോ എല്ലാ വണ്ടി കയറിപ്പോ. പക്ഷെ ഓടിക്കാൻ ഇച്ചിരി ഇതുണ്ടായാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. വെറുതെ കയറി പോണത്. ഒരു 10 പേരെ വെച്ചിട്ട് കയറി പോണത്. ഗൈസ്, ഒന്നും കാണാൻ മേല. ഇതിൽ വന്നിട്ടൊന്നും കാണാൻ മേല. കോട തന്നെ കോട. ഗൈസ്, ഭയങ്കര കാറ്റ്, മഴ. ഗൈസ്, ഇതാ മഴ. ഇനി ടോപ്പിലോട്ട് പോകണം. ജീപ്പ് വരുന്നട്ടാ, നമ്മളങ്ങോട്ട് പോകണം. ഭയങ്കര കാറ്റാട്ടോ, ഭയങ്കര കാറ്റ്, ഭയങ്കര മഴ, കോട.
ഫുള്ള് മഴയായി. മഴയൊക്കെ ഓടെ ഒന്നും കാണാൻ പറ്റില്ല. രണ്ട് മിനിറ്റ് മുമ്പ് ഭയങ്കര കാറ്റും മഴയും കോടയായിരുന്നു. കോടയൊന്നുമില്ല. മിനിറ്റിന് മിനിറ്റ് സ്വഭാവം മാറും പറയാനില്ലല്ലേ. അതേപോലെ മിനിറ്റിന് മിനിറ്റ് ഓരോ മിനിറ്റ് കൂടുമ്പോഴും ഓരോ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴ കോൺസ്റ്റന്റാ, കോട ഒന്നും കാണാൻ പറ്റത്തില്ല. അടുത്ത മിനിറ്റിൽ കോട ഒന്നും കാണത്തില്ല, മഴയും കാണത്തില്ല. പിന്നെ ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ മഴ. ഈ കാറ്റടിച്ച് ഓരോ വേവ് പോലെ ഇങ്ങനെ മഴയും കോടയും വന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വരാട്ടുപാടിയിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ മഴയും കോടയും തന്നെ, ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോഴും സെയിം. തിരിച്ചു പോവാ ഇവിടുന്ന്. ഇവിടെ ജീപ്പ് വരുന്നുണ്ട് കേട്ടോ. ജീപ്പ് നിറയെ വരുന്നുണ്ട്. ജീപ്പിൽ ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. ജീപ്പ് ഇങ്ങനെ നിറയെ വരുന്നുണ്ട്. നമുക്കാണെങ്കിൽ ജീപ്പ് വരാം. ജീപ്പിൽ വരണമെങ്കിൽ താഴത്ത് നിന്നുകൊണ്ട് നമ്മൾ എടുക്കണം. ഇവിടെ നിന്നൊന്നും ഇല്ല. താഴത്ത് നല്ല വാഗോണിൽ നിന്ന് വളയുമ്പോൾ തന്നെ എടുക്കണം. ജീപ്പിന് വരണ്ടെങ്കിൽ വരണ്ട, നമുക്ക് തന്നെ വരാം. പക്ഷെ ബൈക്കുമായിട്ട് വരണമെന്നായിരുന്നു കേട്ടോ. ബൈക്ക് പക്ഷെ കയറ്റണമെന്നായിരുന്നു. പക്ഷേ ഇത് മൊത്തം തെന്നിക്കിടക്കും. ഇവിടെ മൊത്തം തെന്നിക്കിടക്കും. ഇങ്ങനെ കയറത്തില്ല, വണ്ടി മറിഞ്ഞു പോകും. ക്രാഷ് ഗാർഡും ഇല്ലാത്തതുകൊണ്ട് പിന്നെ റിസ്ക് എടുത്തില്ല. റിസ്ക് എടുക്കാനുണ്ടായിരുന്നു. ഇവൻ തള്ളത്തില്ലെന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ ഇനി പോകുന്ന അടുത്ത സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ടായിട്ടല്ല, ഇനി അടുത്ത് തിരിച്ച് നമ്മൾ പോയേക്കോ. ഇവിടുന്ന് വാഗമണിൽ നിന്ന് പുള്ളിക്കാനം വഴി ടൈമുണ്ടെങ്കിൽ ഇലവീഴ, പൂഞ്ചിറ കൂടെ കയറിയ ലിലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ ട്രക്ക് ചെയ്യുന്ന സ്ഥലം അടച്ചിട്ടില്ലെങ്കിൽ അവിടെയും കൂടെ പോവാല്ലേടാ. ടൈം ഉണ്ടെങ്കിൽ ഇപ്പം 12:30 കഴിഞ്ഞിട്ടുണ്ട് സമയം. ഉച്ചക്ക് ഭയങ്കര തണുപ്പും കോടാൻ തന്നെ ഇപ്പോഴും. മഴയാണേലും കയറാൻ പറ്റൂല. നോക്കട്ടെ. ഗൈസ്, അതാണ് മൊട്ടക്കുന്ന്. വാഗമണിലെ മൊട്ടക്കുന്നതാ. അതിലും നല്ല സ്ഥലം ഇത്. എൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത്. ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല. ഞങ്ങളെപ്പോഴും വരാറില്ല ഇവിടെ. ഇവിടെ അങ്ങ് വരെ നമുക്ക് ഇറങ്ങിപ്പോവാം. ഇവിടെ പൈൻ ഫോറസ്റ്റ്. ഇവിടെ ഇപ്പൊ കുടയിലേട്ടാ, പക്ഷെ നല്ല കാറ്റുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് അങ്ങ് കാണുന്നുണ്ട്. അവിടെ വെള്ളച്ചാട്ടത്തിനാണ്, പക്ഷെ എത്തുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ വഴി കാണുന്നുണ്ട്. അപ്പൊ ആ വഴി പോയി നോക്കാന്ന് പറഞ്ഞു. നമ്മളങ്ങനെ നടന്ന് ഒരു താഴ്വാരയിലെത്തി. താഴ്വാരത്തെത്തി. നമ്മുടെ ലക്ഷ്യം ഇനിയും അകലെയാണ്. പക്ഷെ അവിടം വരെ എത്താൻ പറ്റുന്നില്ല. മഴ അത് തിരിച്ചു പോകാം. വെള്ളച്ചാട്ടം, മഴ ടാർഗറ്റ് വെള്ളച്ചാട്ടം. തിരിച്ചു പോകാം. എത്തത്തില്ല. വിദൂരതയില്ല. എന്നാ അങ്ങനെ പറയലാണ്. വിദൂരതയിലാണ്. ഗൈസ്, ഞാനേ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ വേൾഡ് ഗെയിം പോലെയല്ലേ. നമുക്കിപ്പോൾ പോകുന്ന വഴി നമുക്ക് ഈ GTA പോലെ കാണുന്ന പോലെ അവിടെ കയറി പോവാം, ഇങ്ങോട്ട് കയറി പോവാം. ഏതൊക്കെയോ പർവ്വതനിരകൾ, മലനിരകൾ. നമ്മൾ ഈരാറ്റുപേട്ട കയറിയ വാഗമൺ നിങ്ങൾ തിരിച്ചു പോകുന്നത് വാഗമൺ, പുള്ളിക്കാനം, കാഞ്ഞാർ റൂട്ടിലാണ് പോകണം. ഭയങ്കര രസമുള്ള റോഡാണ്. ഇതേ പിന്നെ സൈഡ് ക്വസ്റ്റ്. നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ സൈഡിലൊരു വെള്ളച്ചാട്ടം കണ്ട്. അപ്പോൾ അത് കാണണമെന്ന് തോന്നി വണ്ടി നിർത്തി കാണാൻ പോകുന്നു. എന്താ ലൈഫ്. ഗൈസ്, നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഇത് കടവുപുഴ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം. ഇപ്പോൾ ഭയങ്കര വെള്ളമാവേ. മഴയൊക്കെ പെയ്തില്ലെങ്കിൽ നല്ല സ്ഥലം ഇത്. വെള്ളമുള്ളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഡേഞ്ചറസ് ആണ്. അവിടെയാണ് ഒരു വാട്ടർഫോൾ ഉള്ളത്. കാണിച്ചു തരാം. പോകാൻ പറ്റുമോ നോക്കട്ടെ അങ്ങോട്ട്. ഇതുവഴി കയറി പോകണം. ഇച്ചിരി ട്രക്കിംഗ് അല്ല, അങ്ങനെ വഴിയൊന്നും ഇല്ല വരാനായിട്ട്.
ഇനി ഇതിൻ്റെ പൊക്കത്തോട്ട് കയറണം. അങ്ങോട്ട് പോകാൻ പറ്റിയോ? കുളിക്കാൻ ഒരു സ്ഥലം കിട്ടും. ഇത് മൂന്നിലവെന്ന ഈ സ്ഥലത്തിന്റെ പേര്. മൂന്നിലാവ്. ഇത് റോഡായിരുന്നു, പക്ഷെ പൊളിഞ്ഞു പോയി. ഇതിന് പകരം എന്താ അവിടെ ഒരു പാലമുണ്ട്. ഇപ്പൊ നീലിപ്പുറത്ത് ഇവിടെയായിട്ട് പാലമുണ്ട്. കുളിക്കാന്ന് പറഞ്ഞാൽ നാരായണിലൊക്കെ പോലെ മോഹൻലാല് കാണിക്കുന്ന പോലെ കിടന്ന് മറിയാം. അല്ലാതെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ആഴമില്ല, പക്ഷെ ഭയങ്കര ഒഴുക്ക. എന്താ ഒഴുക്ക് കല്ലുമാണ്. ഓഹോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന ഒരു ചായ കുടിച്ചു. പിന്നെ സ്ഥലം കാണാനൊന്നും പോയതല്ല, ജസ്റ്റ് ഈ മഴയത്തൊരു റൈഡ് ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോയത്. അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് ഒരാൾക്കൊരു 750 റുപ്പീസായി, ഫ്യൂവലും ഫുഡും എല്ലാം ഉൾപ്പെടെ.